ബേപ്പൂർ മണ്ഡലമാണ് നമ്മുടെ റിയാസിന്റെ മണ്ഡലമാണ്. അപ്പം അദ്ദേഹത്തിന്റെ കോഴിക്കോട് കോർപ്പറേഷനും ഫാറൂഖ് മുനിസിപ്പാലിറ്റിയും രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയും കടലുണ്ടി പഞ്ചായത്തോട് ഉൾപ്പെടെ 4 ലോക്കൽ ബോഡികളുടെ വോട്ടാണ് നമുക്ക് നോക്കേണ്ടത്. കോഴിക്കോടിലെ കുറച്ച് കോർപ്പറേഷനിലെ കുറച്ച് വാർഡുകളേ ഉള്ളൂ, മറ്റേത് മുനിസിപ്പാലിറ്റി ഇതെല്ലാം ഫുള്ളായിട്ടുണ്ട്. ബേപ്പൂർ മുനിസിപ്പാലിറ്റി LDFന് 61,000 വോട്ടുള്ളപ്പോൾ 38.6, ചെറിയ ടൈറ്റാണ്, സെയിം ഫിഗർ തന്നെയാണ് ഇരിക്കുന്നത്. UDF 57,579 വോട്ട്, NDA BJP 23,000 വോട്ടുണ്ട്, 15%. ഒരു ഗുഡ് പ്രസൻസ് ഉണ്ട് അവിടെ. മറ്റുള്ളവരെല്ലാം കൂടെ 16,843 വോട്ട്, 10%. അപ്പോൾ നമ്മുടെ മെമ്പർമാരെ നോക്കിയാൽ UDF 57, എന്നാൽ തിരിച്ചാണല്ലോ. ഇവിടെ LDFന് വോട്ട് കൂടുതലാണ്, പക്ഷേ UDFനാണ് കൂടുതൽ മെമ്പർമാർ. LDFന് 45, NDA 3, അതേഴ്സ് 3. ഇപ്പൊ ഞാൻ ആക്ച്വലി ബേപ്പൂരിന് മുമ്പ് ബാലുശ്ശേരി നോക്കി, ബാലുശ്ശേരി തിരിച്ചായിരുന്നു. LDFന് 2ാം സ്ഥാനമായിരുന്നു വോട്ടില്, പക്ഷെ മെമ്പർമാർ LDFന്റെ ആയിരുന്നു കൂടുതൽ. ഇവിടെ നേരെ തിരിച്ച് UDFനാണ് ഫ്രണ്ടിൽ. UDFന് പക്ഷെ വോട്ട് ഷെയർ കുറവാണ്, ചെറിയ മാർജിനേ ഉള്ളൂ. ബാലുശ്ശേരി ബേപ്പൂരിന്റെ ഹിസ്റ്ററിയിലോട്ട് പോവാം. ബേപ്പൂർ 2014 CPM ഇളമരം കരീം അദ്ദേഹം ജയിച്ച മണ്ഡലമാണ്. 2016 ആയപ്പോൾ സ്ഥാനാർത്ഥി മാറി, എന്നാൽ LDFന് തന്നെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തി. 2001 മുഹമ്മദ് റിയാസ് മത്സരിച്ചു, അദ്ദേഹവും സീറ്റ് നിലനിർത്തി. 30,000 വോട്ടുകളും വ്യത്യാസം, നല്ല മാർജിനും ജയിച്ചതാണ്. 2026 ഇത് മുഹമ്മദ് റിയാസ് അദ്ദേഹം തന്നെയാണ് മത്സരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് LDFന് വേണ്ടി. PV അൻവറാണ് UDF കാൻഡിഡേറ്റ്. BJPക്ക് വേണ്ടി KP പ്രകാശ് ബാബുവാണ്. അദ്ദേഹം ഈ BJP കാൻഡിഡേറ്റ് സ്ഥിരമായിട്ട് അദ്ദേഹം തന്നെയാണ്. 26,000 വോട്ട്, 27,000 വോട്ടൊക്കെ അദ്ദേഹം 2-3 മണ്ഡലം 27,000 വോട്ട് BJPയുടെ വോട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ലോക്കൽ ബോഡിയുടെ ട്രെൻഡോട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനാകെ ഇപ്പോഴുള്ള വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് 4,000 വോട്ടിന്റെ വ്യത്യാസം. 4,000 വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് എപ്പോഴും കവർ ചെയ്യാൻ പറ്റുന്ന ഒരു വോട്ടാണ്. ഒരു 10,000 വോട്ട് വരെയൊക്കെ ഉള്ളത് ഞാൻ കൂടുതലും രണ്ടാമത്തെ UDFന് ഫേവറായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തവണ ബേപ്പൂര് PV അൻവർ പിടിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അൻവർ നിലമ്പൂരിൽ നിന്ന് വന്ന് മത്സരിക്കുകയാണ്, അതേയുള്ളൊരു ബാക്ക് ഡ്രോപ്പായിട്ട് ഒരു ഇതായിട്ട് പറയാനുള്ളത്. റിയാസിനെതിരെ എന്തായാലും നല്ലൊരു ഭരണവിരുദ്ധ വികാരമുണ്ട്, മന്ത്രിമാർക്ക് കൂടുതൽ ഭരണവിരുദ്ധത ഉണ്ട്. എന്തായാലും അപ്പോൾ അതിന്റെ LDFന് ക്യാമ്പിൽ നിന്ന് വോട്ട് കുറയും, കുറച്ച് BJPയിലോട്ടും കുറച്ച് UDFയിലോട്ടും പോകും. എന്നാൽ UDFന്റെ സിറ്റിംഗ് വോട്ട് നിലനിർത്തും, അത് ചോർച്ച വരില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് UDF ഒരു ടൈറ്റ് മാർജിനിൽ ഇത് ബേപ്പൂർ എടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം.